ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമാം. എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത പഞ്ചാശത് തമോധ്യായ. ഇന്ന് നമുക്ക് ദശമസ്കന്ധത്തിൽ 50-ാമത്തെ അധ്യായമാണ് പഠിക്കേണ്ടത്. നാം 49 അധ്യായങ്ങൾ ദശമസ്കന്ധത്തിൽ പഠിച്ചു കഴിഞ്ഞു. അതിനെ പൂർവാർത്ഥം, ദശമസ്കന്ധത്തിലെ പൂർവാർത്ഥം എന്ന് പറയും. ദശമസ്കന്ധത്തിൽ ആകെ 90 അധ്യായങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 49 അധ്യായങ്ങൾ പൂർവാർത്ഥം എന്ന് പറയും. അത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി 41 അധ്യായങ്ങൾ കൂടെയുണ്ട്. അതിനെ ഉത്തരാർത്ഥം എന്ന് പറയും. അപ്പോൾ ഇന്ന് ഉത്തരാർത്ഥം നമ്മൾ തുടങ്ങുകയാണ്. 50-ാമത്തെ അധ്യായമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഭാഗം ഇതാണ്. ജരാസന്ധനും ഭഗവാനുമായിട്ട് ഉണ്ടായ യുദ്ധത്തിന് കാരണം എന്താണ്? ജരാസന്ധന്റെ മക്കളാണ് അസ്ഥിയും പ്രാപ്തിയും. അവർ രണ്ടുപേരും കംസന്റെ ഭാര്യമാരായിരുന്നു. കൃഷ്ണൻ കംസനെ വധിച്ചപ്പോൾ അസ്ഥിയും പ്രാപ്തിയും കരഞ്ഞുകൊണ്ട് ജരാസന്ധന്റെ അടുത്ത് എത്തി. അപ്പോൾ ജരാസന്ധന് തൻ്റെ മരുമകൻ മരിച്ചതിലെ ദുഃഖവും ദേഷ്യവും എല്ലാം ഉണ്ടായി. കൃഷ്ണന്റെ വംശത്തെ മുഴുവനും ഇല്ലാതാക്കണമെന്നുറച്ച് 23 അക്ഷൗഹിണി പടയുമായി മധുരയെ വളയുകയാണ്. അപ്പോൾ കൃഷ്ണൻ ധ്യാനിച്ചപ്പോൾ ആകാശത്ത് നിന്ന് 2 ദിവ്യരഥങ്ങൾ, അതിൽ സാരഥി, ധ്വജം, കവചം മുതലായവ, പിന്നെ യുദ്ധസാമഗ്രികളെല്ലാം ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ സമീപത്തെത്തുന്നു. കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. കൃഷ്ണനും ബലരാമനും ജരാസന്ധനോട് യുദ്ധത്തിന് തയ്യാറാകുന്നു. ആ ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുക ഉവാച അസ്ഥി പ്രാപ്തിശ്ച കംസസ്യ മഹിഷൗ ഭരതർഷഭ മൃദേ ഭർത്തരി ദുഃഖാർത്തേ ഇയതു സ്മ പിതൃഗൃഹാൻ. അസ്ഥി പ്രാപ്തി ച കംസസ്യ മഹിഷൗ ഭരതർഷഭ മൃദേ ഭർത്തരി ദുഃഖാർത്തേ ഇയതു സ്മ പിതൃഗൃഹാൻ. അസ്ഥി പ്രാപ്തി, അസ്ഥി എന്നും പ്രാപ്തി എന്നും പേരായ മഹിഷൗ 2 ഭാര്യമാർ കംസസ്യ, കംസനുണ്ടായിരുന്നു. ഭരതർഷഭ, ഹേ ഭരത ശ്രേഷ്ഠ. ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുകയാണ്. കംസന്റെ 2 ഭാര്യമാരായിരുന്നു അസ്ഥിയും പ്രാപ്തിയും. ഭർത്തരി, ഭർത്താവ് മരിച്ചപ്പോൾ ദുഃഖപരവശകളായിട്ട് പിതുഹു, പിതാവിൻ്റെ, അതായത് അവരുടെ അച്ഛനാണ് ജരാസന്ധൻ. മഗധ രാജ്യത്തിലെ രാജാവാണ് ജരാസന്ധൻ. അവർ ദുഃഖിച്ച് പിതാവിൻ്റെ ഗൃഹാൻ, ഭവനത്തെ ഇയദൂസ്മ സമീപിച്ചു. അവർ കരഞ്ഞുകൊണ്ട് പിതാവായ ജരാസന്ധന്റെ വീട്ടിലേക്ക് പോയി. അസ്ഥി പ്രാപ്തിശ്ച കംസസ്യ മഹിഷൗ ഭരതർഷഭ മൃദേ ഭർത്തരി ദുഃഖാർത്തേ ഇയതു സ്മ പിതൃഗൃഹാൻ. ശ്ലോകം 2. പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയാശ്ചക്രൂതു സർവം ആത്മവൈദ്ധവ്യ കാരണം. പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ, ദുഃഖമുള്ളവരായ ആ 2 പേർ
മഗധ രാജ്യത്തിലെ രാജാവും പിത്രേഹെ തങ്ങളുടെ പിതാവുമായ ജരാസന്ധനായിക്കൊണ്ട് ആത്മവൈധവ്യ കാരണം തങ്ങളുടെ വൈധവ്യത്തിൻ്റെ കാരണത്തെ സർവം മുഴുവനും വേദയാശ്ചക്രുതു അറിയിച്ചു. അപ്പോൾ ജരാസന്ധൻ്റെ മക്കളാണ് അസ്ഥിയും പ്രാപ്തിയും. കംസൻ മരിച്ചപ്പോൾ അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം അവരെ വിവരിച്ചു. കംസനെ കൃഷ്ണൻ കൊന്നതുമല്ല, ദേവകി വസുദേവന്മാരുടെ 5 പിഞ്ചു കുഞ്ഞുങ്ങളെ കംസൻ വധിച്ചത് അത് അസുരഭാവം മൂലം ഒരു ഹീനകൃത്യമായി അവരാരും അതിനെ കണ്ടതുമില്ല. പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയാശ്ചക്രതു സർവം ആത്മവൈധവ്യ കാരണം. ശ്ലോകം 3. സതത പ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ അയാദവീം മഹീം കർത്തൃം ചക്രേ പരമം ഉദ്യമം. സഹ തത് അപ്രിയം ആകർണ്യ. സഹ അവൻ തത് അപ്രിയം ആ അപ്രിയത്തെ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ട് ശോകാമർഷയുത ദുഃഖവും ദേഷ്യവുമുള്ളവനായി. നൃപാലയോ രാജാവേ, പരീക്ഷിത്തെ, മഹീം ഭൂമിയെ അയാദവീം യാദവന്മാര് ഇല്ലാതാക്കി കർത്തൃം ചെയ്യാനായിക്കൊണ്ട്. അപ്പോൾ കൃഷ്ണനാണോ എൻ്റെ മരുമകനെ വധിച്ചത്? എന്നാൽ പിന്നെ യാദവ വംശത്തെ മുഴുവനും ഞാൻ കൊന്നൊടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പരമം ഏറ്റവും ഉത്സാഹത്തെ ചക്രേ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാൾ ബുദ്ധിശൂന്യമാണ് കാണിക്കുന്നതെന്നൊന്നും അയാൾക്ക് തോന്നിയില്ല. മൂഢന്മാർക്ക് അതൊന്നും തോന്നൂലല്ലോ. അപ്പോൾ കൃഷ്ണൻ ആരാണ്, കൃഷ്ണൻ്റെ ശക്തി എന്താണ്, ഇതൊന്നും ആലോചിക്കാതെ യാദവന്മാരെ മുഴുവൻ ഞാൻ കൊന്നൊടുക്കും എന്ന് ആ അവിവേകിയായ ജരാസന്ധൻ അറിയിച്ചു. സതത പ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ അയാദവീം മഹീം കർത്തൃം ചക്രേ പരമം ഉദ്യമം. ശ്ലോകം 4. അക്ഷൗഗിണീഭിർവിംശത്യ തിസൃഭിശ്ചാഭിസംവൃത യദുരാജധാനീം മധുരാ നരുണത് സർവതോ ദിശം. അക്ഷൗഗിണീഭിർ വിംശത്യ തിസൃഭിഹി. വിംശത്യ എന്ന് വെച്ചാൽ 20. വിംശത്യ 20ഉം വിംശതി 20 വിംശത്യ 20ഉം തിസൃഭി 3, അതായത് 23 അക്ഷൗഗിണീഭി അക്ഷൗഗിണികളാൽ. ഒരക്ഷൗഗിണി എന്ന് പറഞ്ഞാൽ അതിൽ 21,870 ആനകളും അതുപോലെ 21,870 തേരും 65,610 കുതിരയും 1,09,350 കാലാൾപ്പടയും കാണും. ഇത്രയാണ് ഒരു അക്ഷൗഗിണി എന്ന് പറയുന്നത്. 21,870 ആന, അതുപോലെ 21,870 തേര്, 65,610 കുതിര, 1,09,350 കാലാൾപ്പട. ഇത്രയും ഉള്ളതാണ് ഒരു അക്ഷൗഗിണി എന്ന് പറയുന്നത്. അങ്ങനെ 23 അക്ഷൗഗിണിയും കൊണ്ടാണ് സമൃദ്ധ ചുറ്റപ്പെട്ടവനായിട്ട് സർവതോദിശം എല്ലാ ദിക്കിലും യദുരാജധാനി യദുക്കളുടെ രാജധാനിയായ മധുരയെ നിരോധിച്ചു. അപ്പോൾ ഈ ജരാസന്ധൻ എന്ന് പറയുന്നത് മഗധ രാജ്യത്തെ പ്രബലനായ ഒരു രാജാവാണ്. അയാൾ യുദ്ധം ചെയ്ത് പല രാജ്യക്കാരെയും അയാളോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറേ രാജാക്കന്മാർ ഇയാളുടെ കീഴിലാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഒരുപാട് പടയുണ്ട്. അപ്പോൾ മധുര മൊത്തം വളഞ്ഞു. അപ്പോൾ മധുരയിൽ നിന്ന് ആളുകൾക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് കടക്കാനും സാധിക്കാതെ വരവ് പോക്കിനെ തടഞ്ഞു. അത് ഓരോ സൈന്യങ്ങളും ഓരോ ഭാഗത്ത്,
കലിംഗൻ, ബാഹ്ലീക രാജാവ്, കാരുഷ രാജാവ് ഇവരുടെ സൈന്യങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത്, പിന്നെ രുക്മി, വിന്ദാനുഭാവൻ, പിന്നെ അങ്ങനെയുള്ളവരൊക്കെ കൂടെ വടക്കേ ഭാഗത്ത്, ഏകലവ്യൻ, ജയദ്രഥൻ, ശല്യർ, കൗരവൻ തുടങ്ങിയവരെല്ലാം കിഴക്കേ ദ്വാരം, പിന്നെ ചേതി രാജാവ്, ജരാസന്ധൻ മുതലായവ തെക്കേ ദിക്ക്. അങ്ങനെ 4 ദിക്കിലും അവർ വഴിയടച്ച് ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാതെ ജരാസന്ധൻ്റെ സൈന്യം മധുരയെ വളഞ്ഞു. അക്ഷൗഗണീഭിർവിശത്യാസ്തിസൃഭിശ്ചാപി സംവൃതഃ യദു രാജധാനീം മധുരാം നിരുണ സർവതോ ദിശം. ശ്ലോകം 5ഉം 6ഉം കൂടെ. നിരീക്ഷ തദ്ബലം കൃഷ്ണ ഉദ്യേലമിവ സാഗരം സ്വപുരം തേന സംരുദ്ധം സ്വജനം ച പയാകുലം ചിന്തയാമാസ ഭഗവാൻ ഹരികാരുണമാനുഷഃ തദ്ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം. കാരണമാനുഷൻ, കാരണമനുഷ്യനും ഹരിഹി, ഹരി എന്ന് വെച്ചാൽ ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ, സങ്കടങ്ങളെ തീർക്കുന്നവനും, ഭഗവാൻ ഷഡ്ഗുണ പരിപൂർണനായ കൃഷ്ണൻ, കൃഷ്ണഃ ഉദ്വേലം കരകവിഞ്ഞു വരുന്ന സാഗരമിവ സമുദ്രം പോലെ, സമുദ്രം കരകവിഞ്ഞൊഴുകുന്നത് പോലെയാണ് 23 അക്ഷൗഹിണിപ്പട നിരന്നത്. തദ്ബലം അവൻ്റെ സൈന്യത്തെയും തേന അവനാൽ സംരുദ്ധം ഏറ്റവും തടുക്കപ്പെട്ടിരിക്കുന്ന പുരം തൻ്റെ രാജധാനിയെയും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? പേടിച്ച്, ഭയാകുലം, പേടിച്ച് ദുഃഖിക്കുന്ന സ്വജനം ച തൻ്റെ ജനത്തെയും നിരീക്ഷ കണ്ടിട്ട്. അപ്പോൾ 5ാമത്തേൽ നിരീക്ഷ, അതാണ് ആദ്യം കൊടുത്തിരുന്നത്. നിരീക്ഷ കണ്ടിട്ട് എന്തോന്നാണ് കണ്ടത്? ആ സമുദ്രം പോലെ ജരാസന്ധൻ്റെ സൈന്യം തൻ്റെ പുരം വളഞ്ഞു ചെന്നു. അങ്ങനെ ആൾക്കാരെല്ലാം ദുഃഖിച്ച് പേടിച്ച് വിറയ്ക്കുന്ന കാഴ്ച കണ്ടിട്ട് തദ്ദേശകാലാനുഗുണം, ആ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് സ്വ അവതാര പ്രയോജനം, തൻ്റെ അവതാര പ്രയോജനത്തെ ചിന്തയാമാസ. അപ്പോൾ തൻ്റെ അവതാര പ്രയോജനം എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ദുഷ്ടജനങ്ങളെ വിനാശം വരുത്തുന്നതിന്, നശിപ്പിക്കുന്നതാണ് തൻ്റെ അവതാര ഉദ്ദേശം. അപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഈ ദുഷ്ടജനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന്. ചിന്തയാമാസ, അത് കാലത്തിനും ദേശത്തിനും അനുസരിച്ചുള്ള തൻ്റെ അവതാരമാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, യുഗന്തോറും ഭഗവാൻ അവതരിക്കുന്നു. നിരീക്ഷ തദ്ബലം കൃഷ്ണ ഉദ്വേലമിവ സാഗരം സ്വപുരം തേന സംരുദ്ധം സ്വജനം ച ഭയാകുലം ചിന്തയാമാസ ഭഗവാൻ ഹരികാരണമാനുഷഃ തദ്ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം. ശ്ലോകം 7ഉം 8. ഹനിഷ്യാമി ബലം ഹ്യേതത് ഭുവിഭാരം സമാഹിതം മാഗധേന സമാനീതം വംശ്യാനാം സർവഭൂഭുജാം അക്ഷൗഗണീഭിः സംഖ്യാതാം ഫടാശ്വരത കുഞ്ചരൈഃ മാഗധസ്തു ന ഹന്തവ്യോ ഭൂയ കർത്താ ബലോദ്യമം. ഹനിഷ്യാമി ബലം ഹി ഏതത് ഭുവിഭാരം സമാഹിത മാഗധേന സമാനീതം, മാഗധേന സമാനം, മഗധ രാജാവിനാൽ, അതായത് ജരാസന്ധനാൽ സമാനീതം കൊണ്ടുവരപ്പെട്ടതും, ഭുവി സമാഹിതം ഭാരം, ഭൂമിയിൽ സമർപ്പിക്കപ്പെട്ട ഭാരത്തെ ഭാരമായിരിക്കുന്നതും. അടുത്ത 8ാമത്തെ ശ്ലോകത്തിലാണ് ഫടാശ്വരത കുഞ്ചരൈ, ഭടന്മാർ, കാലാള്, അശ്വം, കുതിര, രഥം, കുഞ്ചരൈ, ആന എന്നിവയോടുകൂടിയ ചതുരംഗപ്പട. അക്ഷൗഹിണീഭി, അക്ഷൗഹിണികളാൽ സംഖ്യാനിർണയം ചെയ്യപ്പെട്ടതായ വംശ്യാനാം, വംശത്തിൽ ഉൾപ്പെട്ട സർവഭൂഭുജാം, സകല രാജാക്കന്മാരുടെയും ഏതത് ബലം, ഈ ബലത്തെ. ജരാസന്ധൻ കീഴടക്കി എല്ലാ രാജാക്കന്മാരും വന്നു. അപ്പോൾ അവരുടെ എല്ലാം ബലത്തെ ഹനിഷ്യാമി
ഹനിക്കുന്നേൻ. മാഗതാത്തു മാഗതനാവട്ടെ ന ഹന്തവ്യ ഹനിക്കപ്പെടാൻ യോഗ്യനല്ല. ഭൂയഹ പിന്നെയും ബലോദ്യമം സൈന്യശേഖരത്തെ കർത്ത ചെയ്യും. അപ്പോൾ ഭഗവാൻ ചിന്തിക്കുകയാണ്, അപ്പോൾ ഈ ദുഷ്ട രാജാക്കന്മാരെ സൈന്യത്തെ എല്ലാം കൊല്ലണം. പക്ഷേ ജരാസന്ധനെ ഇപ്പം കൊല്ലണ്ട. കാരണം എന്താണ്? ഇപ്പം കൊല്ലാതെ വിട്ടാൽ മാത്രമേ അവൻ വീണ്ടും ദുഷ്ട രാജാക്കന്മാരെയും കൊണ്ട് വീണ്ടും അക്ഷഗുണികളുമായിട്ട് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ദുഷ്ട രാജാക്കന്മാരെ എല്ലാം ഇവിടെ വെച്ച് തന്നെ കൊല്ലാൻ സാധിക്കും എന്ന് വിചാരിച്ച് ഭഗവാൻ വിചാരിച്ചു ജരാസന്ധനെ ഇപ്പോൾ കൊല്ലണ്ട. ഭഗവാൻ വിചാരിച്ചു ആദ്യം എന്ത് ചെയ്യണം? മാഗധനെ മാത്രം കൊല്ലണോ, അതാ സൈന്യത്തെ കൊല്ലണോ, അതാ രണ്ടുപേരെയും കൊല്ലണോ എന്ന് വിചാരിച്ചിട്ട് അവസാനം ഭഗവാൻ വിചാരിച്ചു സൈന്യത്തെ മാത്രം കൊന്നാ മതി. ഖനിഷ്യാമി ബലം ഖേദത് ഭുവിഭാരം സമാഹിതം മാഗധേന സമാനീതം വംശ്യാനാം സർവഭൂഭുജാം അക്ഷൗഗിണീഭി സംഖ്യാതം പടാശകുഞ്ചരൈഃ മാഗധസ്തു ന ഹന്തവ്യോ ഭൂയകർത്താ ബലോദ്യമം. ശ്ലോകം 9. ഏതദർത്ഥോ അവതാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോന്യേഷാം വധായ ച. ഏതദ് അർത്ഥേ അവതാരഃ അയം ഭൂഭാരഹരണായ. ഭൂഭാരഹരണായ ഭൂമിയുടെ ഭാരത്തെ തീർക്കുക എന്ന ഏതദർത്ഥ ഈ പ്രയോജനത്തിന് വേണ്ടിയും സംരക്ഷണായ സാധൂനാം സംരക്ഷണായ സാധുക്കളുടെ പരിപാലനത്തിനായിക്കൊണ്ടും പരിത്രാണായ സാധൂനാം അന്വേഷാം ഇതരന്മാരുടെ വധായച വധത്തിനായിക്കൊണ്ടും വിനാശായച ദുഷ്കൃതാം ദുഷ്ടജനങ്ങളുടെ വധത്തിനായിക്കൊണ്ടും മേ എന്നാൽ അയം അവതാര ഈ അവതാരം കൃത ചെയ്യപ്പെട്ടു. അപ്പോൾ ഭഗവാന്റെ അവതാര ഉദ്ദേശം സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നതിനുമാണ്. ഏതർത്ഥ്യോ അവതാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോന്യേഷം വധായ ച. ശ്ലോകം 10. അന്യോപി ധർമ്മരക്ഷായൈ ദേഹസംഭ്രിയതേ മയാ വിരാമായ അപ്യധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത്. അന്യഃ അപി ധർമ്മരക്ഷായൈഃ ദേഹഃ സംഭ്രിയതേ മയാ വിരാമായ അപി അധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത്. കാലത്തിൽ ക്വചിത് ചിലയിടത്ത് പ്രഭവത പ്രകർഷേണ ഭവിക്കുന്ന അധർമ്മസ്യ അധർമ്മത്തിൻ്റെ വിരാമായ നാശനത്തിനായിക്കൊണ്ടും ധർമ്മരക്ഷായ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ടും മയ എന്നാൽ അന്യഹ ഇതരമായ ദേഹാഭി ദേഹവും സംഭ്രിയതേ സംഭരിക്കപ്പെടുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പോൾ എപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി. എപ്പോഴാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, അധർമ്മം ഉയർന്നു വരുന്നത്, അപ്പോഴാണ് ഭഗവാൻ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ സ്ഥാപിക്കാൻ അവതാരമെടുക്കുന്നത്. അന്യോപി ധർമ്മരക്ഷായൈ ദേഹസംഭ്രിയതേ മയാ വിരാമായപ്യധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത്. ശ്ലോകം 11. ഏവം ധ്യായതി ഗോവിന്ദ ആകാശ സൂര്യവർച്ചസൗ രഥാപുപസ്ഥിതൗ സദ്യ സസൂതൗ സപരിച്ഛിതൗ. ഏവം ധ്യായതി ഗോവിന്ദ ഗോവിന്ദൻ ഏവം ധ്യായതി ഇപ്രകാരം ധ്യാനിക്കുമ്പോൾ സദ്യ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് സൂര്യവർച്ചസൗ സൂര്യകാന്തി പോലെ ഉജ്ജ്വലിക്കുന്നവയും സസൂതവും സൂതന്മാരോട് കൂടിയവയും സപരിച്ഛിതൗ പരിച്ഛദങ്ങളോട് കൂടിയവയുമായ ആയുധങ്ങളോട് കൂടിയവയുമായ രഥവും 2 തേരുകൾ സൂതനും ധ്വജം കവചം മുതലായ യുദ്ധസാമഗ്രികളൊക്കെ കൊണ്ട് നിറഞ്ഞ 2 രഥങ്ങൾ ആകാശത്ത് നിന്നും കൃഷ്ണന്റെ സമീപത്ത് വന്നു നിറഞ്ഞു. അപ്പം കൃഷ്ണന്റെ സങ്കല്പം മതി ഇതെല്ലാം വരാൻ.
അപ്പം അങ്ങനെ കൃഷ്ണൻ ധ്യാനിച്ചപ്പോൾ ഉടനെ തന്നെ 2 രഥങ്ങൾ തേരാളിയും ആയുധങ്ങളുമായി അവിടെ വന്നു നിന്നു. ഏവം ധ്യായതി ഗോവിന്ദ ആകാശ സൂര്യവർച്ചസൗ രഥാ ഉപസ്ഥിതൗ സദ്യ സസൂതൗ സപരിചിതൗ. ശ്ലോകം 12. ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഹൃഷീകേശ സംഘർഷണമഥാബ്രവീത്. ആയുധാനി ച ദിവ്യാനി പുരാണാനി. പുരാണാനി ദിവ്യാനി ആയുധാനി. പുരാണാനി പണ്ടുള്ളവയും ദിവ്യാനി ദിവ്യങ്ങളുമായ ആയുധാനി ആയുധങ്ങളും യദൃച്ഛയ പ്രയാസം കൂടാതെ ഉപസ്ഥിതാനി സമീപസ്ഥങ്ങളായി അടുത്തു വന്നു. ഋഷികേശ കൃഷ്ണൻ എന്ത് ചെയ്തു? താനി അവയെ ദൃഷ്ട്വാ കണ്ടിട്ട് അഥ അനന്തരം സംഘർഷണം ബലരാമനോട് അബ്രവീത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 2 രഥങ്ങൾ കൃഷ്ണൻ്റെ അടുത്ത് വന്നു നിന്നപ്പോൾ കൃഷ്ണൻ ഇത് കണ്ടിട്ട് ബലരാമനോട് ഇങ്ങനെ പറഞ്ഞു. ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഹൃഷീകേശ സംഘർഷണമഥാബ്രവീത്. ശ്ലോകം 13. പശ്യാര്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതാം പ്രഭോ യേഷ തേ രഥായാതോ ദൈതാന്യ ആയുധാനി ചാം. പശ്യ ആര്യ വ്യസനം പ്രാപ്തം യദൂനാം തു ആവതാം പ്രഭോ യേഷഃ തേ രഥ ആയാതഃ ദൈതാനി ആയുധാനി ച ത്വാവതാം തു ആവതാം. അങ്ങാകുന്ന രക്ഷകനോട് കൂടിയവരായ യദൂനാം യദുക്കൾക്ക് വ്യസനം ദുഃഖം പ്രാപ്തം വന്നിരിക്കുന്നതിനെ പശ്യ കണ്ടാലും. ബലരാമനോട് കൃഷ്ണൻ പറയാണ്, പ്രഭോ യദുക്കൾക്ക് അങ്ങ് രക്ഷകനാണ്. ഇപ്പോൾ അവർക്ക് നേരിട്ടിരിക്കുന്ന സങ്കടത്തെക്കുറിച്ച് അങ്ങ് ശ്രദ്ധിക്കണം. പ്രഭോ സർവസമർത്ഥ അങ്ങയുടെ യേഷഹാരഥക ഈ തേരും ദൈതാനി പ്രിയങ്ങളായ ആയുധാനിച്ച ആയുധങ്ങളും ആയാത എത്തിയിരിക്കുന്നു. അതാ അങ്ങയ്ക്കുള്ള തേരും ആയുധങ്ങളും എത്തിയിട്ടുണ്ട്. പശ്യാര്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതാം പ്രഭോ യേഷ തേ രഥായാതോ ദൈതാന്യായുധാനി ചാം. ശ്ലോകം 14. യാനമാസ്ഥായ ജഹ്യേതദ് വ്യസനാത് സ്വാൻ സമുദ്ധര ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാമീശ ശർമ്മകൃത്. യാനം ആസ്ഥായ ജഹി ഏതത്. യാനം രഥത്തെ ആസ്ഥായ രഥത്തിൽ കയറിയിട്ട് ഏതത് ഇതിനെ ജഹി ഹനിച്ചാലും. രഥത്തിൽ കയറി ഈ സൈന്യത്തെ മുഴുവനും ഹനിച്ചാലും. സ്വാൻ ജനങ്ങളെ വ്യസനാത് സങ്കടത്തിൽ നിന്ന് സമുദ്ധര ഉദ്ധരിച്ചാലും. നൗ ഞങ്ങളുടെ ജനനം ഏതദർത്ഥം ഇതിനായിക്കൊണ്ട് ഹി അല്ലേ ഈശ ഹേ ഈശ്വര സാധൂനാം സാധുക്കൾക്ക് ശർമ്മകൃ സുഖത്തെ ചെയ്യുന്നതാകുന്നു. അപ്പോൾ പറയാണ് ബലരാമനോട്, ഈ തേരിൽ കയറിയിരുന്ന അങ്ങ് ജരാസന്ധൻ കൊണ്ടുവന്ന സൈന്യത്തെ മുഴുവനും നശിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ ആളുകൾക്ക് നേരിട്ടിരിക്കുന്ന സങ്കടത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക. നമ്മുടെ ജനനം തന്നെ സാധുക്കൾക്ക് ക്ഷേമം ചെയ്യാനും ദുർജനങ്ങളെ വധിക്കാനുമായിട്ടുള്ള ആണല്ലോ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. യാനമാസ്ഥായ ജഹ്യേതദ് വ്യസനാസ്വാൻ സമുദ്ധര ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാമീശ ശർമ്മകൃത്. ശ്ലോകം 15-16. ത്രയോവിംശത്യനീകാഖ്യം ഭൂമേർഭാരമപാകുരു ഏവം സംഭദ്രദാശാർഹൗ ദംശിതൗ രഥിനൗ പുരാ നിർജഗ്മദോ സ്വായുധാഢ്യൗ ബലേന അൽപീയസാവൃതൗ ശംഖം ദത്മൗ വിനിർഗദ്യ കരിർദാരുക സാരഥിഹി. ത്രയോ വിംശതി ആനീകാഖ്യം. ത്രയോവിംശതി ആനീകാഖ്യം
23 അക്ഷൗഹിണി എന്ന് പേരായ ഭൂമേർ ഭാരം അപാകുരു. അപ്പോൾ ജരാസന്ധൻ കൊണ്ടുവന്നിരിക്കുന്നത് 23 അക്ഷൗഹിണിയാണ്. അപ്പോൾ ഈ 23 അക്ഷൗഹിണി, അത് പറഞ്ഞു, ഓരോ അക്ഷൗഹിണി എത്രയാണെന്ന് പറഞ്ഞു. ആ 23 അക്ഷൗഹിണിയുടെ ഭൂമിയുടെ ഭാരത്തെ അപാകുരു നിരാകരിച്ചാലും, 23 അക്ഷൗഹിണി ഇല്ലാതാക്കി ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കിയാലും, ഏവം ഇങ്ങനെ സമ്മന്ത്രിയ, ഇങ്ങനെ പറഞ്ഞിട്ട് മന്ത്രിച്ചിട്ട്, ദംശിതൗ കവചം ധരിച്ചവരും രഥിനൗ രഥത്തിലിരുന്നവരും, അടുത്ത 16 തന്നെ, സ്വ ആയുധാഠ്യവും ശോഭനങ്ങളായ തങ്ങളുടെ ആയുധങ്ങൾ ധരിച്ചവരും, അൽപീയസാം ഏറ്റവും ചുരുങ്ങിയ ബലേന സൈന്യത്താൽ ആവൃതവും ചുറ്റപ്പെട്ടവരുമായ ദാശാർക്കന്മാർ, രാമകൃഷ്ണന്മാർ. അവർക്ക് കുറച്ച് സൈന്യമേ ഉള്ളൂ. പുരാത് രാജധാനിയിൽ നിന്ന് നിർജഗ്മതു നിർഗമിച്ചു. അവര് ആ ചെറിയ സൈന്യവും കൊണ്ട് ഈ 2 രഥത്തിൽ കയറി ജരാസന്ധന്റെ സൈന്യത്തിനടുത്തേക്ക് പോയി. ദാരുക സാരഥി, ദാരുകനാകുന്ന സാരഥിയോടുകൂടിയ ഹരി കൃഷ്ണൻ വിനിർഗത്യ പുറത്തു വന്നിട്ട് ശംഖത്തെ ദത്മൗ ഊതി. അപ്പോൾ അവര് കവചമൊക്കെ ധരിച്ച് രഥത്തിൽ കയറി പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് വെളിയിലോട്ട് വന്നു. ഈ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശത്രുക്കൾക്കൊരു പേടിയായിരിക്കും. ഇവിടെ ഹരിഹി എന്ന് പറഞ്ഞാൽ സിംഹം എന്ന് പറഞ്ഞത്, സിംഹം അലറുമ്പോൾ മറ്റു മൃഗങ്ങൾ പേടിക്കൂലേ, അതുപോലെയാണ് കൃഷ്ണൻ പുറത്തു വന്നത്. എന്നിട്ട് പാഞ്ചജന്യം ഊതി. ത്രയോവിംശതനീകാഖ്യം ഭൂമേർഭാരമപാകുരു ഏവം സമ്മന്ത്രിയതാശാർഘൗ ദംശിതൗ രഥിനൗ പുരാ നിർജഗ്മതോ സ്വായുധാഠ്യൗ ബലേനാൽപീയസാവൃത ശംഖം ദത്മൗ വിനിർഗത്യ ഹരിർദാരുകസാരഥി. ശ്ലോകം 17. തതോഭൂത് പരസൈന്യാനാം ഹൃദിവിത്രാസവേഭതുഃ താവാഹ മാധവോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരാധമാ. ശ്ലോകം 18 കൂടെ. ന ത്വയാ യോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ ന യോത്സ്യേയാ ഹി ബന്ധുഹൻ. തതഃ അഭൂത് പരസൈന്യാനാം, തതഃ അനന്തരം പരസൈന്യാനാം ശത്രുസൈന്യങ്ങളുടെ ഹൃദയത്തിൽ വിത്രാസവേഭതു വിറയലും ഭയവും എല്ലാം ഉണ്ടായി. വിത്രാസ ഭയം, വേഭതു വിറയൽ ഉണ്ടായി. മാഗധ രാജാവ് ജരാസന്ധൻ തൗ പ്ലസ് ആഹ, അതാണ് താവാഹ, തൗ അവർ 2 പേരെ വീക്ഷ്യ നോക്കിയിട്ട് ആഹ പറഞ്ഞു, തൗ ആഹ പറഞ്ഞു, ഹേ പുരുഷാധമ, പുരുഷന്മാരിൽ വെച്ച് അധമ, ബന്ധുഹൻ ബന്ധുക്കളെ ഹനിക്കുന്നവനുമായിരിക്കുന്ന കൃഷ്ണ, ഹേ കൃഷ്ണ, ഏകേന സഹായരഹിതനും ബാലേന അശക്തനുമായ ത്വയ നിന്നോട് ലജ്ജ നിമിത്തം യുദ്ധം ചെയ്യാനായിക്കൊണ്ട് ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ 2 ചെറിയ കുട്ടികളാണ്, ബാലേന ചെറിയ കുട്ടികളാണ്, പിന്നെ ശക്തിയുമില്ല, സൈന്യം കുറവ്. ഇവിടെ 23 അക്ഷൗഹിണിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആകെ കുറച്ച്, 1 അക്ഷൗഹിണി പോലും ഇല്ല. കുറച്ച് സൈന്യം കൊണ്ടുവന്നിരിക്കുന്ന നിന്നെ, ഈ കൊച്ചുകുട്ടിയോട് യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മന്ദ ബുദ്ധിഹീന ഗുപ്തേന സ്വകാര്യമായി പരിപാലിക്കപ്പെട്ട ത്വയ നിന്നോട് നയോത്സ്യെ യുദ്ധം ചെയ്യുന്നില്ല. യാഗി പോയാലും നീ വയ്ക്കോ, നിന്നോട് യുദ്ധം ചെയ്യാനൊന്നും എനിക്ക് സാധിക്കുകയില്ല. നീ പുരുഷാധമനാണ്, ബാലനാണ്, സൈന്യസഹായം ഇല്ലാത്തവനാണ്, നിന്നോട് യുദ്ധം ചെയ്യുന്ന എനിക്ക് ലജ്ജാപരമാണ്. ബുദ്ധിഹീന, നീ ബന്ധുക്കളെ ഹിംസിച്ചവനാണ്, നിന്റെ അമ്മാവനെ കൊന്നവനാണ്.
ഇതുവരെ ഒളിഞ്ഞിരുന്നു നീ, അപ്പൊ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യണ്ട, നീ പൊയ്ക്കൊള്ളൂ. അപ്പൊ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ നാശരഹിതനാണ്. പുരുഷാധമാൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, സാധാരണ ജനങ്ങൾ യാതൊരുവനെ അപേക്ഷിച്ച് അധമനായിരിക്കുന്നുവോ, ഇപ്പൊ സാധാരണ ജനങ്ങൾ യാതൊരുവനെ അപേക്ഷിച്ച് അധമനായിരിക്കുന്നുവോ ആ പുരുഷോത്തമൻ എന്നിങ്ങനെ അർത്ഥം എടുക്കാം. അമന്ത എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവൻ, ആ മന്ദ. മറ്റേ അമന്തൻ ബുദ്ധി ഇല്ലാത്തവനെന്നും എടുക്കാം, ആ മന്ദ എന്നും എടുക്കാം. ബന്ധുഹൻ, ബന്ധുക്കളെ ഉണ്ടാക്കി തീർക്കുന്ന മായയുടെ, ബന്ധത്തെ ഉണ്ടാക്കി തീർക്കുന്ന മായയുടെ ബാധയില്ലാതെ ആക്കി തീർക്കുന്ന ഭക്തബന്ധോ, അങ്ങനെയും പറയാം ഇതിന്. മായാതീത, ഗുപ്തേന, ആർക്കും കാണാതെ അന്തര്യാമിയായിരിക്കുന്നവനെ. നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ ശക്തനല്ല എന്ന രീതിയിലെടുക്കാം. നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ശക്തി എനിക്ക് ഇല്ല എന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് എടുക്കാം. അതാണല്ലോ സംഭവിക്കുന്നതല്ലേ. കൃഷ്ണന്റെ ശക്തി ജരാസന്ധൻ അറിഞ്ഞുകൂടാ. തതോഭൂത്പര സൈന്യാനാം ഹൃദി വിത്രാസവേപതുഃ താവാഹ മാഗതോ വീക്ഷ്യ ഹേ കൃഷ്ണപുരുഷാധമ ന തയാ യോധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാം ഗുപ്തേന ഹി ത്വയാ മന്ദ ന യോത്സ്യേയാ ഹി ബന്ധുകൻ. ശ്ലോകം 19. തവ രാമയതി ശ്രദ്ധ യുദ്ധസ്വധൈര്യമുദ്വഹ ഹിത്വാ വാ മത്സരൈച്ഛിന്നം ദേഹം സ്വര്യാഹി മാം ജഹി. തവ രാമ, ഹേ രാമ, തവ നിനക്ക് യതി ശ്രദ്ധയുണ്ടെങ്കിൽ യുദ്ധസ്വ, യുദ്ധം ചെയ്താലും. കൃഷ്ണനോട് പറഞ്ഞിട്ട് ബലരാമനോട് പറയാണ്, ഹേ രാമ, നീ കുറച്ചുകൂടെ ശക്തിമാനാണല്ലോ, നിനക്ക് പറ്റുമെങ്കിൽ നീ യുദ്ധം ചെയ്യൂ. ധൈര്യം, ധീരതയെ ഉദ്വഹ, വഹിച്ചാലും. മത്സരൈ, എൻ്റെ ശരങ്ങളാൽ ചിഹ്നം, മുറിക്കപ്പെട്ട ദേഹം, ശരീരത്തെ ഹിത്വ, ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തെ യാഗി പ്രാപിച്ചാലും. അപ്പോൾ എന്തായാലും ഞാൻ നിന്നെ കൊല്ലും. അപ്പോൾ നീ യുദ്ധം ചെയ്ത് വീരസ്വർഗം നിനക്ക് പ്രാപിക്കാമല്ലോ, നീ സ്വർഗത്തെ പ്രാപിക്കുക. വാ, അല്ലെങ്കിൽ മാം, എന്നെ ജഹി, കൊല്ലുക. അപ്പോൾ സാമർഥ്യം ഉണ്ടെങ്കിൽ നീ എന്നെ കൊല്ലുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അപ്പം നിനക്ക് വീരസ്വർഗം പ്രാപിക്കാം. അപ്പോൾ ഇത് കൃഷ്ണനോട് പറയുന്നതായിട്ടും എടുക്കാം നമുക്ക്. ഹേ രാമ എന്നുള്ളപ്പോൾ രമണീയമായ ദേഹം ധരിച്ചിരിക്കുന്ന ദിവ്യപുരുഷ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് എടുക്കാം. അപ്പോൾ നീ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുകയാണ്. അപ്പം എൻ്റെ ശരങ്ങൾ കൊണ്ട് നിൻ്റെ ദിവ്യമായ ശരീരത്തിൽ ഞാൻ മുറിവേൽപ്പിക്കും എന്ന് കൃഷ്ണനോട് പറയുന്നതായിട്ടും എടുക്കാം, ബലരാമനോട് പറയുന്നതായിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ശ്ലോകം 19. തവ രാമയതി ശ്രദ്ധ യുദ്ധസധൈര്യമുദ്വഹ ഹിത്വാ ച മത്സരൈച്ഛിന്നം ദേഹം സ്വര്യാഹി മാം ജഹി. ശ്ലോകം 20. ശ്രീഭഗവാനുവാചാം ന വൈ ശൂരാ വിഗദ്ധന്തേ ദർശയന്ദേവ പൗരുഷം ന ഗൃണീമോ വജോ രാജൻ ആതുരസ്യ മുമൂർഷതാം. ന വൈ ശൂരാ വിഗത്തന്തേ, ശൂരന്മാർ ന വിഗത്തന്തേ, ശൂരന്മാർ തങ്ങളെ സ്തുതിക്കുന്നില്ല. അപ്പം കൃഷ്ണൻ പറയാണ്, നീ വലിയ ധൈര്യശാലിയാണെങ്കിൽ, യുദ്ധവീരനാണെങ്കിൽ, അങ്ങനെയുള്ള വീരപുരുഷന്മാർ തന്നെത്താനെ സ്തുതിക്കുകയൊന്നുമില്ല. വൈ, നിശ്ചയം, പൗരുഷം, ശൗര്യത്തെ ദർശയന്തിയവ, കാണിക്കുക. നിന്റെ ശൗര്യത്തെ നീ യുദ്ധത്തിൽ പ്രകാശിപ്പിച്ചാൽ മതി, നീ വെറുതെ ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുകയൊന്നും വേണ്ട. കൃഷ്ണൻ ജരാസന്ധനോട് പറയുകയാണ്, രാജൻ, ഹേ രാജാവേ, മുമൂർഷത, മരിക്കാൻ പോകുന്ന ആതുരസ്യ, രോഗിയുടെ വചഹ, വാക്കിനെ ന ഗൃണീമഹ, ആരും ഗ്രഹിക്കുന്നില്ല. അപ്പം നീ മരിക്കാൻ പോവുകയല്ലേ, നിന്റെ വാക്കിനെ ഇവിടെ ആരും വില വയ്ക്കുകയൊന്നുമില്ല. നീ
ആത്മപ്രശംസ ചെയ്യണ്ട, നീ ബുദ്ധിഹീനനാണ്. രാജാക്കന്മാരുടെ ധർമ്മം ഇതല്ല. ശത്രുക്കളുടെ അരികത്ത് വന്നാൽ യുദ്ധം ചെയ്ത് പൗരുഷം നീ കാണിക്കുക. രോഗം അധികരിച്ച് മരിക്കാൻ കിടക്കുന്ന ഒരുവൻ അന്യോന്യ സംബന്ധമില്ലാതെ പൂർവ പരവിരോധമായി പറയുന്ന വാക്കിനെ ജനങ്ങൾ യഥാർത്ഥമാക്കി ധരിക്കാത്തതുപോലെ, രോഗം അധികരിച്ച് മരിക്കാൻ കിടക്കുന്ന എന്തെങ്കിലും പിച്ചിപ്പേയും പറയൂലേ, അതിനാരെങ്കിലും വകവയ്ക്കുമോ? അതുപോലെ യുദ്ധക്കളത്തിൽ മരിക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്ന നിന്റെ വാക്കിനെ യാഥാർത്ഥ്യമായി ഞാൻ ധരിക്കുന്നില്ല. അപ്പം നീ ഇങ്ങനെ കിടന്ന് സ്വയം ആത്മപ്രശംസയൊന്നും നടത്തണ്ട, നീ യുദ്ധം ചെയ്ത് നിന്റെ വീര്യം കാണിക്കുക എന്ന് കൃഷ്ണൻ ജരാസന്ധനെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ശ്രീ ഭഗവാനുവാച ന വൈശൂരാ വിഗത്തന്തേ ദർശയന്ത്യേവ പൗരുഷം ന ഗൃഹ്ണീമോ വജോ രാജൻ ആതുരസ്യ മുമൂർഷതഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.